ഇന്ന് നമുക്ക് ഒരു കല്യാണത്തിന് പോയാലോ? കല്യാണം എന്റെ വീട്ടിലായതുകൊണ്ട് പോവാനുള്ള ഉഷാർ പിന്നെ പറഞ്ഞറിയിക്കണ്ടല്ലോ. മോള് കൂടെ വരാത്തോണ്ട് അവക്ക് കഴിക്കാനുള്ള ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോണത്. പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായി ഇറങ്ങിയപ്പോ തന്നെ 12 മണി ആവാറായി. പിന്നെ എല്ലാം ചടപടേന്നായിരുന്നു. ആക്ച്വലി ഞാൻ പോണത് കല്യാണം കൂടാനുള്ള പൂതിക്കൊന്നും അല്ല കേട്ടോ. എന്റെ വീട്ടിലൊന്ന് കേറാ, പാനി ഇമ്മാനി ആങ്ങളാരും കുട്ടികളെയും ഒക്കെ ഒന്ന് കാണാൻ. അതാണ് യാത്രക്ക് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം. ദൂരേക്ക് കെട്ടിച്ചുവിട്ട പെൺമക്കളുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും. വീട്ടിൽ പോകാൻ കിട്ടുന്ന ഒരു ചാൻസും നമ്മൾ മിസ്സാക്കാൻ പാടില്ലല്ലോ. ദാണല്ലോ ദതിന്റെ ഒരു ദിത്. അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി ബിരിയാണി കണ്ട ആക്രാന്തത്തിൽ ആ ഭാഗം വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഗൈസ്. വയറ് നിറഞ്ഞ സെറ്റായപ്പോ ആ ക്ഷീണം മാറ്റാൻ വേണ്ടി ഓഡിറ്റോറിയത്തിൽ വന്നിരുന്ന് ചെക്കന്റെയും പെണ്ണിന്റെയും സ്റ്റേജ് ഷോ കാണാന്ന് വിചാരിച്ചു. പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കലാപരിപാടിക്ക് ശേഷം കഴിച്ച ഫുഡൊക്കെ വയറിനകത്ത് ഏകദേശം ഒന്ന് സെറ്റായി എന്ന് തോന്നിയപ്പോ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റ് പോന്നു. പിന്നെ ഈ കാണുന്ന മുതലുകളൊക്കെ ഞാൻ അവിടെ വെച്ച് അവിചാരിതമായി കണ്ടതല്ല. എന്റെ 2 ആങ്ങളമാര് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ദാ ആ നിൽക്കുന്ന മുതലാണ് കൂട്ടത്തിൽ ഏറ്റവും വലിയ കുറുമ്പി. പിന്നെ ഇവളുടെ നോട്ടം അത് പേടിക്കണ്ട. ആകെ കൂടുള്ള ഒരു മാമിനെ ആണ്ടിലൊരിക്കൽ കണ്ടാലേ ഇത് ഏതടേ തള്ളച്ചി എന്ന് കുട്ടി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് കുട്ടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി അല്പം ശുദ്ധസംഗീതാവാം. ജോണി ജോണി പാടിയാ അടിപൊളിയായി അടിപൊളിയായി. തുങ്കിലിപ്പൻ ഓക്ക് കാണേണ്ടി വരൂലേ? നോക്കി നോക്കട്ടെ നോക്കി നോക്കട്ടെ. അയ്യോ അയ്യോ ക്ലാപ്പ് ചെയ്ത ക്ലാപ്പ് ചെയ്ത അതെങ്ങനെയാ അവിടെ ഞെങ്ങിക്കണേ?